ഹലോ നമസ്കാരം. നമ്മളിന്ന് അഞ്ചങ്ങാടി, അതായത് ചാവക്കാട് അഞ്ചങ്ങാടി വളവിലാണ്. വളവിൽ കടൽ ഇരച്ചു കയറി ഒരുപാട് വീടുകൾക്ക് കേടുപറ്റി മറിഞ്ഞു വീണു. ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായ സ്ഥലത്താണ് ഉള്ളത്. കടൽ ഇപ്പോഴും അതിൻ്റേതായ ശരിക്കും ഉള്ള ഒരു ശക്തിയിലൂടെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, റോഡിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഈ മഞ്ചുള്ള ചാവക്കാട് എന്നുള്ള നമ്മുടെ ഈ ചാനല് ഇതിവിടെ ബസ് സ്റ്റോപ്പാണ് കാണുന്നത്. ഇത് നേരെ ഒരു 4-5 മീറ്റർ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പായി, പിന്നെ മെയിൻ റോഡായി. ഇനി ബാക്കിയുള്ള വീഡിയോ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് കാണാം. കടലാക്രമണത്തിൽ തകർന്നു വീണ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത്. ശരിക്കും ഇവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ പേടിപ്പെടുത്തുന്ന രൂപത്തിലാണ് കടലിൻ്റെ വരവെല്ലാം. റോട്ടിലേക്ക് വെള്ളം കയറിയതാണ് കാണുന്നത്. കടലിൽ നിന്ന് വരുന്ന വെള്ളമാണ് റോഡിലേക്ക് കയറിയിരിക്കുന്നത്. അഞ്ചങ്ങാടി, ചാവക്കാട് അഞ്ചങ്ങാടി വളവിലാണ് സംഭവം. ഇത് നമ്മളെ നാട്ടുകാരനായിട്ടുള്ള ഒരാളെ ഇത് കടലാക്രമണത്തിനെ പറ്റിയിട്ട് നമുക്ക് വ്യക്തമായിട്ട്. ഹലോ, അസ്സലാമു അലൈക്കും. എന്താ പേര്? അക്ബർ. എങ്ങനെയുണ്ട്, എന്താണ് ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ ഈ വർഷം വെയിൽ കയറ്റം വരാറുണ്ട്. അപ്പൊ ഇപ്പൊ ഇന്നലെയാണ് കടല് കൂടുതലായത്. ഇവിടെ ഒരു പൂത്തുണ്ടാകുന്നത് വീണ്, ആ പൂത്ത് വീണ് പുലിമുട്ട് വീണ് പൂത്ത് വീണ്. ഈ ബിൽഡിങ് എപ്പോഴും വീഴാവുന്ന രീതിയിലാണ് നിൽക്കുന്നത്. റോട്ടിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടല്ലോ. ഉണ്ടല്ലേ? കൂടുതൽ കോളനി മനക്കടവൊക്കെയാണ് വെള്ളം കയറിയില്ലേ? അതെ അല്ലേ? പെണ്ണുങ്ങൾ സമരം എടുത്തു. ഇപ്പൊ 2 MLA ഇപ്പൊ ആദ്യം അബ്ദുൽക്കാർ കയറി, പിന്നെ എനിക്ക് അവരൊന്നും ഒരു ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനൊരു പരിഹാരം കാണണം. അതിന് നമ്മളെ ചെല്ലാണ്ടൊക്കെ കെട്ടിയ പോലെ ഇവിടെ കിട്ടണം. അതാണ് അതിന്റെ ആവശ്യം. കല്ലില്ല, കല്ല് കിട്ടാനില്ല എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് കാര്യമല്ലോ. ശരി, ഇത് അതിൽ എല്ലാവരിലേക്ക് എത്തട്ടെ. എല്ലാവർക്കും ശരി കേട്ടോ. അസ്സലാമു അലൈക്കും. കടലിൻ്റെ രൗദ്രഭാവം അത് ഇതുപോലെ ഇതന്നെയാണ് കാണുന്നത്. പക്ഷേ ഇവിടെ ഉള്ള ജനങ്ങളെല്ലാം, നാട്ടുകാരെല്ലാം പേടിച്ച്, എത്ര സ്കൂളുണ്ട്, പള്ളിയുണ്ട്, അതുപോലെ ഈ വീട്ടുകാരെല്ലാം പേടിച്ചത്. അടുത്ത കെട്ടിടം കണ്ടോ, നിലം പൊത്താറായിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഇതുവരെയിട്ടും അതിൻ്റെ കാര്യങ്ങളിലെല്ലാം ഒന്നും ചെയ്യാൻ വേണ്ടത് നേരത്തെ ആയിരുന്നു ചെയ്യേണ്ടത്. ഇനിയും അത് ശ്രദ്ധ തിരിയണമെന്ന് പ്രത്യേകിച്ച് അപേക്ഷിക്കുന്നു. നമുക്ക് ഈ കടലാക്രമണത്തിൻ്റെ ഇതാണ്ട് ഓരോ വീടുകളും ഇതപ്പോൾ അവർ ഇരിക്കുന്ന വെയിറ്റിംഗ് ഷെഡ് എത്ര ധൈര്യത്തിലാണ് ഇരിക്കണമെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതാ കുട്ടികളൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. ഹലോ, കുട്ടികളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. അപ്പുറത്ത് ഇതാ കടലിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്തൊരു ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. പറയേ, കാര്യങ്ങളൊക്കെ പറഞ്ഞോളെ. പറയേ, നിങ്ങളാണ് നാട്ടുകാരായിട്ട് പറയണം, പറഞ്ഞോളെ. നമ്മുടെ കാലങ്ങളായിട്ട് ഇവിടെ കടൽക്ഷോഭം, ഇത്തിരി ഒച്ചത്തിൽ പറഞ്ഞോളൂ, മൈക്കില്ല, അതാണ്. കാലങ്ങളായിട്ട് ഈ കടൽക്ഷോഭം ഇവിടെ നടക്കാറുണ്ട്. ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഇന്ന് വരെ ഇവിടെ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പൊ റോഡും കടലും ഒന്നായി ഭയങ്കര ഭീകരാവസ്ഥയിലാണ് കാണുന്നത് നിൽക്കുന്നത്. ഇനിയിപ്പോ എന്തായിരിക്കും അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാന്നുള്ളതാണ് നമ്മള് പറയുന്നത് അല്ലേ. നാട്ടുകാരായിട്ടുള്ള വീട് ഇതവിടെ കെട്ടിടങ്ങളെല്ലാം തെടിഞ്ഞു.
ഏത് നിമിഷം ഈ ബിൽഡിങ്ങും തകരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ തകർന്നു കഴിഞ്ഞാൽ ഇതിന് ശാശ്വതമായൊരു പരിഹാരമാണ് നമ്മൾ വേണ്ടത്. നാട്ടുകാർക്ക് അവരുടെ ജീവനും കുട്ടികൾ സ്കൂളും പള്ളിയും എല്ലാം ഉള്ളത് അല്ലേ? ശരി ശരി. കറണ്ടും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ കടൽ കൂടി കഴിഞ്ഞാൽ തന്നെ കറണ്ടും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. അതാണ്. അതെ അതെ അതെ, അത് ഏത് സമയവും സംഭവിക്കാം. എല്ലാം അത് വേണ്ട രീതിയിൽ അധികൃതരിലേക്ക് എത്തട്ടെ എന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇവിടെ വെയിറ്റ് ഷെഡിൽ ഇരിക്കുമ്പോഴാണ് ഈ കാണുന്നത് 1.5-2 മീറ്റർ അകലെയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഇരിക്കണമെന്നുള്ളതല്ല, നാട്ടുകാരെല്ലാം ഭീതിയിലാണ് ഇരിക്കുന്നത്. ഇതാ ഇത്രയും പേര് കൂടിയിട്ടുണ്ട്. സ്കൂളൊക്കെ വിട്ടിട്ട് കുട്ടികൾ പോയി കഴിഞ്ഞു. ഏത് രീതിയിൽ ഇപ്പോൾ ഇതിന് എന്താണ് പരിഹാരം എന്നുള്ളത്, പരിഹാരം ഇപ്പോൾ നമ്മൾ സംഭവിച്ചു കഴിഞ്ഞിട്ടല്ല പരിഹാരം കണ്ടെത്തേണ്ടത്. പരിഹാരം നേരത്തെ ഉണ്ടാവണ്ടായിരുന്നു. ഇനിയെങ്കിലും അത് അതിനെ പറ്റിയിട്ട് ആലോചിക്കണം. അതാണ് അതിൻ്റെ കാര്യങ്ങൾ. അതാണ് ഇതിലൂടെ നേർക്കാഴ്ചയിലൂടെ കാണാൻ സാധിക്കുന്നത്. ഹലോ, കുട്ടീനൊക്കെ ആയിട്ടിരിക്കുമ്പോൾ പേടിയാവില്ലല്ലേ? അല്ലേ? കാഴ്ചകൾ കാണാല്ലേ? കുട്ടികൾ കാണാൻ അല്ലേ? വളരെ കുറച്ച് ഭാഗമുള്ളൂ ഇനി കടലിലേക്ക് പോകാനല്ലേ? ചാവക്കാട് അഞ്ചങ്ങാടി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലൈറ്റ് ഹൗസിൻ്റെ അടുത്താണ്. ഈ ഭാഗങ്ങളാണ് കാണുന്നത്. അങ്ങനെ കടൽക്ഷോഭത്തിൻ്റെ കാഴ്ചകളെല്ലാം കുറച്ച് ഭാഗങ്ങളെടുത്തു. ശരിക്കും എന്തോ ഒരു ഭയപ്പാടോട് കൂടിയിട്ടാണ് ആ ഭാഗത്തുള്ള ജനങ്ങളെല്ലാം നിൽക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് കടപ്പുറം പഞ്ചായത്ത് നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനി തുടർന്നും വരും. നമ്മൾ പ്രധാനപ്പെട്ട വീഡിയോകളെല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ അതിൽ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. സബ്സ്ക്രൈബ് എന്ന് പറയുന്നതിൽ അമർത്തിയിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തണം. എല്ലാവർക്കും താങ്ക് യു.